വിജയരാഘവൻ പറഞ്ഞ വഴിയിലാണ് വെള്ളാപ്പള്ളി പറയുന്നത്. മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണെന്ന് പറയുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ മറ്റൊരു ഭാഷ്യമാണ് വെള്ളാപ്പള്ളി പറയുന്നത്. AK ബാലൻ പറയുന്നതിന്റെ മറ്റൊരു ഭാഷ്യമാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ഇത് നിങ്ങൾ വെട്ടിയ വഴിയിലാണ് വെള്ളാപ്പള്ളിയുടെ നടത്തം. ഇതുപോലെയാണ് നിങ്ങൾ ലവ് ജിഹാദ് പറഞ്ഞത്. ഇതുപോലെയാണ് നിങ്ങളുടെ സമുദായത്തെ മാറ്റി ആക്രമിക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് MV ഗോവിന്ദനോട് പത്രക്കാർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്? ഗോവിന്ദൻ സഖാബിന്റെ ഒരു മര്യാദ നിങ്ങൾ കാണണം. ഗോവിന്ദൻ പറയും, അതൊന്നും പ്രതികരണം ആവശ്യമില്ല, വെള്ളാപ്പള്ളി പറഞ്ഞതല്ലേ. സഖാബ് ഗോവിന്ദ, CPM-നെ കുറിച്ചാണ് വെള്ളാപ്പള്ളി ഇതുപോലെ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ നിങ്ങൾ നിസ്സാരമാക്കിയിടുവോ? നിങ്ങൾ അത് പോട്ടെ എന്ന് പറയോ? അയാളൊരു വിവരദോഷി പറഞ്ഞ വാക്കാണെന്ന് നിങ്ങൾ പറയോ? നിങ്ങൾ തിരിച്ചു പറയുക മാത്രമല്ലല്ലോ, കേറി ആക്രമിക്കൂലേ? വെള്ളാപ്പള്ളി എന്നല്ല, ആരായാലും നിങ്ങൾ വെട്ടാൻ കത്തി കൊടുത്ത് ആളെ വിടൂലേ? വിട്ടിട്ടില്ലേ? അതല്ലേ നിങ്ങളെ പാരമ്പര്യം? എന്നിട്ട് പറയാണ്, അങ്ങനെ ഒന്നും മറുപടി പറയേണ്ട കാര്യമല്ല. ഈ ആനുകൂല്യം മുസ്ലിങ്ങളെ തെറി പറയുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഗോവിന്ദൻ എന്തോ പറഞ്ഞേ, കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ആ മുഖ്യമന്ത്രി ഈ ആനുകൂല്യം മുസ്ലിങ്ങളെ തെറി പറയുന്നവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അവരെന്തും പറയാന്നാണ്. ഇന്നലെയും മെനഞ്ഞാന്ന് രസമല്ല, ഈ CPM-ന്റെ ചെരുപ്പ് നക്കി നടക്കുന്ന കുറെ സൈബർ പുലികളുണ്ട്. അവർ ലീഗിനെ പ്രകീർത്തിക്കാൻ, കണ്ടോ ലീഗ് എന്തൊരു സംയമനമാണ്, ലീഗ് കണ്ടില്ലേ, അങ്ങനെയൊന്നും പറയണില്ല. എൻ്റെ ചെരുപ്പ് നക്കി എൻ്റെ ഒന്നും സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആവശ്യമില്ല. ഈ സംയമനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾ എന്തിനാണ് വാല് പൊക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ വിദ്വേഷം പറയാം, വ്യാപകമായ വിദ്വേഷം. ഇന്ന് ഞാൻ സൈബർ ഇടങ്ങളിൽ നോക്കുമ്പോൾ ലീഗിനെതിരെ പ്രതിഷേധം. എന്തിന്? നിങ്ങൾ വിദ്വേഷം പറയാ, എന്നിട്ട് നിങ്ങൾ ലീഗിനെതിരെ ഈ പ്രതിഷേധം നടത്തുക. സാംസ്കാരിക പ്രവർത്തകന്മാരൊന്നും രാജ്യത്തില്ലേ, ജീവിച്ചിരിപ്പില്ലേ? CPM ഇവിടെ അല്ലേ? രാജ്യം ഭരിക്കുന്നൊരു മുഖ്യമന്ത്രി ഇല്ലേ? ആ മുഖ്യമന്ത്രി കേസെടുത്ത് വെള്ളാപ്പള്ളിയെ നിയന്ത്രിക്കുന്നോ എന്ന് ഞങ്ങൾ ചോദിക്കണില്ല. അതിൻ്റെ നട്ടല്ലൊന്നും പിണറായി വിജയൻ്റെ നടപ്പുറത്തില്ല, ഞങ്ങൾക്കറിയാം. ഇരട്ട ചങ്ക് പോയിട്ട് ഒരു പുല്ലു ചങ്കുമില്ല, ഞങ്ങൾക്കറിയാം. നിങ്ങൾ ചെയ്യില്ല എന്ന് മാത്രമല്ല, അയാളെ ആദരിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുക നിങ്ങൾ അല്ലേ? അവിടെയല്ലേ എത്തുന്നത്? നിങ്ങൾ കേസെടുക്കുന്നത് പോകട്ടെ, ഈ വിദ്വേഷം പറഞ്ഞതിനെതിരെ, ഈ വിദ്വേഷം പ്രചരിപ്പിച്ച ആളുകൾ പിന്നെയും വിദ്വേഷപരമായി തെരുവുകളിൽ കോലം കത്തിക്കുമ്പോൾ നിയന്ത്രിക്കാൻ പോലുമില്ലാതെ നോക്കി നിൽക്കുകയാണ് നിങ്ങൾ. ഞാൻ ഇന്നലെ